എന്ത് അപ്പോൾ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനും സൈഷേറിനും കൂടി ഇപ്പൊ ഒരു ഫോണ് വാങ്ങാൻ പോകുക കേട്ടോ. അതായത് ദേവുവിന്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റും. കുറേ ആയി ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നൊരു നല്ലൊരു ഫോണ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഈ വീഡിയോ വരിക ബർത്ത്ഡേ വ്ളോഗ് കഴിഞ്ഞിട്ടാട്ടോ. എന്തായാലും വാങ്ങി പുറത്തേക്ക് പോകുക. വാങ്ങി എന്താ പറയാ, നല്ലൊരു ഫോൺ വാങ്ങി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാ പോകുന്നത്. എന്തായാലും അവളെ അറിയിക്കാണ്ട് കൊടുക്കണം. ഒരു സർപ്രൈസ് ആരും അറിയൂല. കുഞ്ഞുനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കുഞ്ഞു അത് പറയൂല. ഇന്നിപ്പോ ഞാൻ വാങ്ങാൻ വരുന്നതും കുഞ്ഞു അറിയൂല. എവിടെയാ കോഴിക്കോട് പോകുന്ന, അപ്പൊ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോവാന്നാ പറഞ്ഞു. അതോനോടൊക്കെ വിട്ടുപോയിക്കും മനസ്സിന്ന്. അപ്പൊ ഇന്ന് വരും, പിന്നെ വൈകുന്നേരത്തെ ട്രെയിനിലെത്തും. അപ്പോൾ ഓളെ എത്തുന്നതിനൊക്കെ മുന്നേ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, വീട്ടിലേക്ക് പോകണം. അപ്പൊ നമ്മള് പോകുന്ന വഴിക്കാണ് നമ്മളെ ബൈപ്പാസിലുള്ള കേട്ടോ. അതാ ബൈപ്പാസിലെത്തി നല്ല സ്റ്റൈല് ആയിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ലോണം ക്ഷീണം പിടിച്ചിട്ടാട്ടോ ദേവ് വന്നത്. കാരണം എന്താ വെച്ചാൽ കോളേജിൽ നിന്ന് എക്സാം കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിൽ പോയിട്ട് ആടുന്ന് ബാഗ് കൊടുത്തിട്ട് വരികയാണ് കേട്ടോ. 1:40 ട്രെയിൻ ആയതിനെ കൊണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർക്ക് BP കുറയുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഇത് എനിക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും BP കൂടുന്ന സമയത്ത് എനിക്ക് BP കുറയാട്ടോ ചെയ്യുക. അങ്ങനെ പിന്നെ ഞാൻ കുഞ്ഞോനും സിദ്ധുവിനും കൂടി ഒരു എന്താ പറയുക ഫ്രൈഡ് ബർഗർ കിട്ടും, അത് വാങ്ങിച്ചിട്ടോ കൈറ്റ്സ് ബേക്കറിയിൽ നിന്ന്. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് വന്ന്. സിദ്ധു ഉണ്ടാക്കിയ പുഷ്പം, ക്യാമ്പിൽ ഉണ്ടാക്കിയ സാധനങ്ങളാ കാണിച്ചെടുക്ക സിദ്ധല്ലോ. വെജിറ്റബിൾ പ്രിന്റിങ്, ഞാൻ കൊറേ ഉണ്ടാക്കിക്കാൻ എല്ലാരും പൊട്ടിച്ചതാ. കൊറേ ഉണ്ടാക്കിക്കാൻ പക്ഷെ പൊട്ടിപ്പോയി. ഒരു ബട്ടർഫ്ലൈ വിചാരിച്ചിട്ടുണ്ടാക്കിയതാ. ഞണ്ടിന്റെ മുകളിൽ എന്തോ സാധനം സൈഷയുടെ മഞ്ഞ മുട്ടയാ. ഇന്ന് ചോറും മോര് കറിയാട്ടോ ഉണ്ടാക്കിയത്. പക്ഷെ അന്നേരം ഞാൻ ദേവുവിനോട് കുറെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു കടുക്കയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് വറുത്താല് അത് മതിയല്ലോ. ഞണ്ട് കണ്ടേരം പിന്നെ മൂപ്പത്തിക്ക് പിന്നെ ഒന്നും വേണ്ട. എങ്ങനെയുണ്ട്? സൂപ്പറാ. എവിടെ പോയി സിദ്ധു? ഞാൻ വിചാരിച്ച് വെളുത്തുള്ളിയൊക്കെ ഇറന്ന് വെച്ചുണ്ടേനു ഫ്രിഡ്ജില്. പിന്നെ ഇനിയിപ്പോ ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ പോലെ ആക്കി ഇട്ടാ പോലെ സഹിച്ചേട്ടാ. കറി വേണ്ടല്ലോ, കാരണം കറിയല്ലോ ഉണ്ടല്ലോ. പിന്നെ കുറച്ച് ഇതുണ്ട് കേട്ടോ, അതാ കൊഞ്ചൻ ചെമ്മീൻ ഇത് കുറച്ചെടുത്തിട്ട് വറക്കണം. കുറച്ച് അലമാറയില്ല മോളെ ഉള്ളേ. രാവിലെ ഉണ്ടാക്കിയ ചോറുണ്ട്, മോര് കറിയുണ്ട്. ചേട്ടാ ഞാന് കൊഞ്ചം മുറിക്കണോ? പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടാളും കൂടി വേഗത്തിൽ പണിയെല്ലാം നോക്കിയിട്ടോ. ഞാൻ വേഗം ഉള്ളീൻ്റെ തോലൊക്കെ എറിഞ്ഞിട്ട് അവിടെ വെച്ച് കൊടുത്താൽ വേഗം സൈഷായിട്ട് ചോപ്പറിലിട്ടിട്ട് അത് റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ എല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മടി കൊണ്ടാട്ടോ. സമയം ഒരു 7:30 ആയല്ലോ. ഈ രാത്രി ഇങ്ങനെ കുറേ നേരം പണിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു മടിയല്ലേ. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുളിക്കാൻ. രാവിലെ പോയതിനെ കൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമുണ്ട്. ഞണ്ട് തീരെ വെള്ളമില്ലാതെ വറ്റിക്കാന്ന് കേട്ടോ വിചാരിക്കുന്നത്. കാരണം ഞണ്ടിങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മക്കൾക്ക് ഇഷ്ടം. അല്ലാതെ അതിലെ മസാലയും കാര്യമൊന്നും കൂടുതലൊന്നും വേണ്ട. കുറച്ച് ചെമ്മീനെടുത്ത് ഞാൻ വറുത്തിട്ടുണ്ട്, കുറച്ച് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടോ ഫ്രിഡ്ജിൽ. പിന്നെ ഞണ്ടിൻ്റെ കാര്യം സജീഷാണ് ഫുള്ളും നോക്കിയത്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം ചോപ്പറിലിട്ടതിനെ കൊണ്ട് തന്നെ നമുക്കെല്ലാം വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളീൻ്റെയും തക്കാളിയും ഒക്കെ ഞാൻ കുറേ ദിവസമായിട്ട്
കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് ഇറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന വെളുത്തുള്ളി മുഴുവനായിട്ട് ഇറന്നിട്ട് ഒരു പാത്രത്തിലിട്ട് നല്ലോണം അടച്ച് ഫ്രിഡ്ജിൽ വെച്ച്. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതയ്ക്കാനൊക്കെ ഇപ്പം നല്ല വേഗത്തിൽ കഴിയും കേട്ടോ. പിന്നെ ഉള്ളി ഈ സൈസിലാണ് വരിക ചോപ്പറിലാക്കിയാൽ. അതെല്ലാവർക്കും അറിയാമല്ലോ, ഒരു ചെതറിയ പോലെയൊക്കെ ഉണ്ടാവും. എന്നാലത് വേഗത്തിൽ വാടി കിട്ടുകയും ചെയ്യും. അപ്പം കുക്കറിലാണ് ഇട്ടത്. കുക്കറിലിട്ടിട്ടാണ് വാട്ടിയെടുക്കുന്നത്. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഈ സാധനങ്ങളൊക്കെ തന്നെ. അതിനുശേഷം അതിലോട്ട് ബാക്കി നമ്മൾ എല്ലാ പൊടികളും, പ്രധാനമായിട്ടുള്ള റെസിപ്പികളായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ എന്താ പറയുക, ചിക്കൻ മസാല, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം എല്ലാം ഉള്ളി എല്ലാം ഇട്ടിട്ട് ഫ്രൈ ആക്കി. എന്ത് അതിഞ്ഞല്ലേ ഉണ്ടാച്ച് അന്ന് നമ്മളെ കൊണ്ട് ബാഗിലുണ്ടോ അതിനായിട്ട് പോയായിരുന്നു എവിടെയുണ്ട് നമ്മുടെ സ്പെഷ്യൽ ചോറ് റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തെ മോര് കറി, പിന്നെ ഞണ്ട് ഫ്രൈ, റോസ്റ്റ്, പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് പോയി കുളിക്കട്ടെ. മക്കൾ സിനിമ കാണുകയാണേ. ഇത് കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കണം. പിന്നെ നാളെയാണ് ബർത്ത്ഡേ. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് പറയുന്നത് നിങ്ങളോടാട്ടോ, ഫോൺ വാങ്ങിയ കാര്യമൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.